പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണം എന്നാഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് ഉറ്റുനോക്കുന്നു. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കുള്ള വേദിയെന്ന നിലയിൽ ലോകത്തിന്റെ ശ്രദ്ധ ഇസ്ലാമാബാദിലാണ്. ചർച്ചകൾക്കായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖബർ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഘം ഇസ്ലാമാബാദിലെത്തിയതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദ് ചർച്ചകൾ എന്ന് പേരിട്ടിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘവും ഉടൻ തന്നെ പാകിസ്ഥാനിലെത്തും. ഇറാന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിലെ സുപ്രധാന നേതാക്കൾ ഉൾപ്പെടുന്ന സംഘമാണ് ചർച്ചകൾക്കായി എത്തിയിരിക്കുന്നത്. പാർലമെന്റ് സ്പീക്കർ നയിക്കുന്ന സംഘത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി, ഡിഫൻസ് കൗൺസിലിൽ സെക്രട്ടറി അലി അക്ബർ അഹമ്മദിയാൻ, സെൻട്രൽ ബാങ്ക് ഗവർണർ അബ്ദുൽ നാസർ മെഹന്തി എന്നിവർക്ക് പുറമെ മറ്റ് പ്രമുഖരുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മുതിർന്ന ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജാരഡ് കുഷ്നർ എന്നിവരുമുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ. എന്നാൽ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ള കർശനമായ നിബന്ധനകളും ചർച്ചകൾക്ക് തുടക്കത്തിലെ നിഴൽ വീഴ്ത്തുന്നുണ്ട്. നേരത്തെ ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സമവായ ചർച്ചകൾക്ക് തയ്യാറായതുകൊണ്ടാണെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ പടക്കപ്പലുകൾ സജ്ജമാണെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ലബനാനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ US-മായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലായിരുന്നു നേരത്തെ ഇറാൻ. രാജ്യത്തിന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്നും ഇറാൻ ഉപാധി വച്ചിരുന്നു. ലബനാനിൽ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇറാന്റെ ആവശ്യങ്ങളിലൊന്ന്. ഇതോടൊപ്പം US ഉപരോധം കാരണം വിദേശ ബാങ്കുകളിൽ തടഞ്ഞുവച്ചിരിക്കുന്ന ഇറാന്റെ 10,000 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും ഇതേ നിലപാട് പറഞ്ഞു. ലബനാനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. വെള്ളിയാഴ്ച ബൈറൂത്തിന്റെ വിവിധ മേഖലകളിലുണ്ടായ ആക്രമണത്തിൽ 20ഓളം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലബനാൻ ഇസ്രായേൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അതിനിടെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റു ചില നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ചർച്ചയുടെ ഫലശ്രുതി സംബന്ധിച്ച് ആശങ്ക നിഴലിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് പ്രതിനിധികൾ തികഞ്ഞ പ്രതീക്ഷയിലാണ്.